രണ്ട് രാജാക്കന്മാർ അധ്യായം 15. അസറിയ യൂദാ രാജാവ്. ഇസ്രായേൽ രാജാവായ ജെറോബോവാമിൻ്റെ 27-ാം ഭരണവർഷം യൂദാ രാജാവായ അമസിയായുടെ പുത്രൻ അസറിയ ഭരണമേറ്റു. അപ്പോൾ അവന് 16 വയസ്സായിരുന്നു. അവൻ ജെറുസലേമിൽ 52 വർഷം ഭരിച്ചു. ജെറുസലേമിലെ യെക്കോലിയ ആയിരുന്നു അവൻ്റെ അമ്മ. അവൻ പിതാവായ അമസിയായെപ്പോലെ കർത്താവിൻ്റെ മുൻപിൽ നീതിപൂർവം വർത്തിച്ചു. എങ്കിലും പൂജാഗിരികൾ നശിപ്പിച്ചില്ല. ജനം അവയിൽ ബലികളും ധൂപവും അർപ്പിച്ചു പോന്നു. കർത്താവ് രാജാവിനെ ശിക്ഷിച്ചു. അവൻ കുഷ്ഠരോഗിയായി. മരണം വരെ അവൻ മറ്റുള്ളവരിൽ നിന്ന് അകന്ന് താമസിക്കേണ്ടി വന്നു. പുത്രൻ യോഥാം കൊട്ടാരത്തിൻ്റെ അധിപനായി രാജ്യഭരണം നടത്തി. അസറിയായുടെ മറ്റ് പ്രവർത്തനങ്ങൾ യൂദാ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അസറിയ പിതാക്കന്മാരോട് ചേർന്നു ദാവീദിൻ്റെ നഗരത്തിൽ സംസ്കരിക്കപ്പെട്ടു. പുത്രൻ യോഥാം രാജാവായി. ഇസ്രായേൽ രാജാക്കന്മാർ. സഖറിയ. യൂദാ രാജാവായ അസറിയായുടെ 38-ാം ഭരണവർഷം ജെറോബോവാമിൻ്റെ പുത്രൻ സഖറിയ സമരിയായിൽ ഇസ്രായേലിനെ 6 മാസം ഭരിച്ചു. പിതാക്കന്മാരെ പോലെ അവനും കർത്താവിൻ്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു. നെബാത്തിൻ്റെ പുത്രനായ ജെറോബോവാം ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ച പാപങ്ങളിൽ നിന്ന് അവൻ പിന്മാറിയില്ല. യാബേഷിൻ്റെ പുത്രൻ ഷല്ലൂം അവനെതിരെ ഗൂഢാലോചന നടത്തി. ഇബ്ലയാമിൽ വെച്ച് അവനെ വധിച്ച് രാജാവായി. സഖറിയായുടെ മറ്റ് പ്രവർത്തനങ്ങൾ ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. നിന്റെ പുത്രന്മാർ 4 തലമുറകൾ വരെ ഇസ്രായേലിൻ്റെ സിംഹാസനത്തിൽ വാഴുമെന്ന് കർത്താവ് യേഹൂവിന് നൽകിയ വാഗ്ദാനം പൂർത്തിയായി. ഷല്ലൂം. യൂദാ രാജാവായ ഉസിയായുടെ 39-ാം ഭരണവർഷം യാബേഷിൻ്റെ പുത്രൻ ഷല്ലൂം ഭരണമേറ്റു. സമരിയായിൽ 1 മാസം ഭരിച്ചു. ഗാദിയുടെ പുത്രൻ മെനാഹെം തിർസായിൽ നിന്ന് സമരിയായിൽ വന്ന യാബേഷിൻ്റെ പുത്രനായ ഷല്ലൂമിനെ വധിച്ച് രാജാവായി. ഷല്ലൂമിൻ്റെ ഗൂഢാലോചനയും മറ്റ് പ്രവർത്തനങ്ങളും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അക്കാലത്ത് തപ്പുവ നിവാസികൾ നഗരവാതിൽ തനിക്കു വേണ്ടി തുറക്കാഞ്ഞതിനാൽ മെനാഹെം നഗരത്തെയും നിവാസികളെയും തിർസ മുതലുള്ള അതിർത്തി പ്രദേശങ്ങളെയും നശിപ്പിച്ചു. അവൻ ഗർഭിണികളുടെ ഉദരം പിളർന്നു. മെനാഹെം. യൂദാ രാജാവായ അസറിയായുടെ 39-ാം ഭരണവർഷം ഗാദിയുടെ പുത്രനായ മെനാഹെം ഇസ്രായേലിൽ ഭരണമേറ്റു. അവൻ 10 വർഷം സമരിയായിൽ ഭരിച്ചു. അവൻ കർത്താവിൻ്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു. നെബാത്തിൻ്റെ മകനായ ജെറോബോവാം ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ച പാപങ്ങളിൽ നിന്ന് ഒരിക്കലും വിട്ടുമാറിയില്ല. അസറിയ രാജാവായ പൂൽ ഇസ്രായേലിനെതിരെ വന്നു. തൻ്റെ രാജപദവിക്ക് ഇളക്കം തട്ടാതിരിക്കാൻ മെനാഹെം അവന് 1000 താലന്ത വെള്ളി സമ്മാനിച്ചു. മെനാഹെം ഇസ്രായേലിലെ എല്ലാ ധനികരിലും നിന്ന് 50 ഷെക്കൽ വെള്ളി വീതം ശേഖരിച്ചതാണ് ഈ പണം. അസറിയ രാജാവ് പിന്തിരിഞ്ഞു. മെനാഹെമിൻ്റെ മറ്റ് പ്രവർത്തനങ്ങൾ ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. മെനാഹെം പിതാക്കന്മാരോട് ചേർന്നു. പുത്രൻ പെക്കാഹിയ രാജാവായി. പെക്കാഹിയ. യൂദാ രാജാവായ അസറിയായുടെ 50-ാം ഭരണവർഷം മെനാഹെമിൻ്റെ പുത്രൻ പെക്കാഹിയ ഭരണമേറ്റ് ഇസ്രായേലിനെ സമരിയായിൽ 2 വർഷം ഭരിച്ചു. കർത്താവിൻ്റെ മുൻപിൽ അവൻ തിന്മ പ്രവർത്തിച്ചു. നെബാത്തിൻ്റെ പുത്രൻ ജെറോബോവാം ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ച പാപങ്ങളിൽ നിന്ന് അവൻ പിന്തിരിഞ്ഞില്ല. പടനായകനും റമാലിയായുടെ പുത്രനുമായ പെക്കാഹ് 50 ഗിലെയാദ്യരോടൊത്ത് ഗൂഢാലോചന നടത്തി. സമരിയായിലെ കൊട്ടാരത്തിൻ്റെ കോട്ടയിൽ വെച്ച് പെക്കാഹിയായെ വധിച്ച് രാജാവായി. പെക്കാഹിയായുടെ മറ്റ് പ്രവർത്തനങ്ങൾ ഇസ്രായേൽ രാജാക്കളുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പെക്കാഹ്. യൂദാ രാജാവായ അസറിയായുടെ 52-ാം ഭരണവർഷം റമാലിയായുടെ പുത്രൻ പെക്കാഹ് രാജാവായി. അവൻ സമരിയായിൽ ഇസ്രായേലിനെ 20 വർഷം ഭരിച്ചു. അവൻ കർത്താവിൻ്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു. നെബാത്തിൻ്റെ മകനായ ജെറോബോവാം ഇസ്രായേലിനെ കൊണ്ട് ചെയ്യിച്ച പാപങ്ങളിൽ നിന്ന് അവൻ പിന്തിരിഞ്ഞില്ല. ഇസ്രായേൽ രാജാവായ പെക്കാഹിൻ്റെ കാലത്ത് ഇയോൺ, ആബെൽ, ബെത്മാക്ക, യനോവ, കെദേശ്, ഹസോർ, ഗിലെയാദ്, ഗലീലി എന്നിങ്ങനെ നഫ്താലി ദേശം മുഴുവൻ അസറിയ രാജാവായ തിഗ്ലാത്ത് പിലേസർ പിടിച്ചടക്കി. ജനത്തെ തടവുകാരാക്കി അസറിയായിലേക്ക് കൊണ്ടുപോയി. ഉസിയായുടെ മകൻ യോഥാമിൻ്റെ 20-ാം ഭരണവർഷം ഏലായുടെ പുത്രനായ ഹോസിയ റമാലിയായുടെ പുത്രൻ പെക്കാഹിനെതിരെ ഗൂഢാലോചന നടത്തി അവനെ വധിച്ച് രാജാവായി. പെക്കാഹിൻ്റെ മറ്റ് പ്രവർത്തനങ്ങൾ ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. യൂദാ രാജാവ് യോഥാം റമാലിയായുടെ പുത്രൻ പെക്കാഹിൻ്റെ
രണ്ടാം ഭരണവർഷം യൂദാ രാജാവായ ഉസിയായുടെ മകൻ യോഥാം ഭരണമേറ്റു. അപ്പോൾ അവന് 25 വയസ്സായിരുന്നു. അവൻ ജെറുസലേമിൽ 16 വർഷം ഭരിച്ചു. സാദോക്കിൻ്റെ മകളായ യെറൂഷ ആയിരുന്നു അവൻ്റെ മാതാവ്. പിതാവായ ഉസിയായെപ്പോലെ അവൻ കർത്താവിൻ്റെ മുൻപിൽ നീതിപൂർവം വർത്തിച്ചു. എങ്കിലും പൂജാഗിരികൾ നശിപ്പിച്ചില്ല. ജനം അവയിൽ ബലികളും ധൂപവും അർപ്പിച്ചു പോന്നു. അവൻ ദേവാലയത്തിൻ്റെ ഉപരികവാടം നിർമ്മിച്ചു. യോഥാമിൻ്റെ മറ്റ് പ്രവർത്തനങ്ങൾ യൂദാ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അക്കാലത്ത് കർത്താവ് സിറിയ രാജാവായ റസീനെയും റമാലിയായുടെ പുത്രനായ പെക്കാഹിനെയും യൂദായ്ക്കെതിരെ അയച്ചു തുടങ്ങി. യോഥാം പിതാക്കന്മാരോട് ചേർന്നു. പിതാവായ ദാവീദിൻ്റെ നഗരത്തിൽ അവനെ സംസ്കരിച്ചു. പുത്രൻ ആഹാസ് രാജാവായി.